എൻ്റെ പേര് ഗോപപ്രിയ. ഞാൻ കായംകുളത്തു നിന്ന് വരുന്ന. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ആഗസ്റ്റ് 23 അതിന് മുന്നേ എൻ്റെ ചേച്ചി എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വിളിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ സമയമായിട്ടില്ല, ഞാൻ പിന്നീട് ഒരു ദിവസം പോയി എടുത്തോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് 90 വയസ്സുണ്ട്. അച്ഛൻ നടുവിന് വേദനയായിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അച്ഛൻ വീഴാതെ നോക്കണം, വീണ് കഴിഞ്ഞാൽ ഇനി അച്ഛൻ എഴുന്നേക്കത്തില്ല, എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞ്. ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛൻ വീണ്. അങ്ങനെ അച്ഛൻ കിടപ്പിലായി. അച്ഛൻ മൂത്രം ഒഴിക്കുന്നത് മൊത്തം ബെഡിലാണ്. ഞങ്ങൾ 2 പേര് ചേർന്ന് വേണം അച്ഛനെ ബാത്റൂമിലുമൊക്കെ കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെ ഞങ്ങൾ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തുനിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി വേറെ ഒരു റൂമിലാണ് കിടത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു ചുമയുണ്ടായി. ചുമ വിട്ടു മാറുന്നില്ല. അപ്പം 3 വർഷത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് വാൽവിന് ചുരുക്കമുള്ളതാണ്. അപ്പം ഞങ്ങളൊരു കാർഡിയോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്ര എളുപ്പം ഇത് ഓപ്പറേഷൻ ചെയ്യണം, അദ്ദേഹത്തിന് വാൽവ് നല്ല ശരിക്ക് ചുരുങ്ങി 30% പമ്പിങ് ഉള്ളു, ലീക്കുവാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളാകെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടെയും ഡോക്ടർ പറഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളാകെ ധർമ്മസങ്കടത്തിലായി. കാരണം അച്ഛനെ നോക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അച്ഛനെ 2 പേര് പിടിച്ച് വേണം ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ. അച്ഛൻ മൂത്രമൊക്കെ ബെഡിൽ തന്നെ പോവുക. അപ്പോൾ അച്ഛനെ ആര് ഏൽപ്പിക്കും? അതുമല്ല ഭർത്താവിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരണശൈലിയാണ്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിനെ അത് ബാധിക്കത്തില്ലയോ? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ അപ്പോൾ എൻ്റെ ചേച്ചി വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, നിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് ഫസ്റ്റ് നിയോഗം വെച്ചത് ചേച്ചി എന്നോട് പറഞ്ഞ് നീ ഓപ്പറേഷൻ ഇല്ലാതെ നിൻ്റെ ഭർത്താവിന് അസുഖം മാറണമെന്ന് വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വെച്ചു. 2ാമത്തെ നിയോഗം വെച്ചത് ഞാൻ അങ്ങനെ വെക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഭർത്താവിന് ഓപ്പറേഷൻ വേണമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. 2ാമത്തെ നിയോഗം അച്ഛൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായി എഴുന്നേൽക്കണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് മരവിച്ച മനസ്സായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നുമില്ല. പക്ഷെ തിരിച്ചു പോകാറായപ്പോൾ ഞാൻ ഘടികാര മാതാവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, മാതാവേ എല്ലാവരും പറയുന്നു മാതാവ് സഞ്ചാരി മാതാവാണെന്ന്, എൻ്റെ കൂടെ മാതാവ് വരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് രാത്രി പ്രാർത്ഥിച്ച് ഞാൻ അച്ഛന് നടുവിനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച് തൈലം പെട്ടിക്കൊടുത്ത് ഉപ്പും കൊടുത്ത് അച്ഛനെ കാശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭർത്താവിന് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമില്ല. ഞാൻ 1 മണി 2 മണി അങ്ങനെ ഇല്ലാതെ പെട്ടെന്ന് ചാടി എണീക്കും. എന്തോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ 2 മണിയായപ്പം ചാടി എണീറ്റ് ഞാൻ ചെന്ന് അച്ഛനെ കിടത്തി. അച്ഛൻ്റെ റൂമിലല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിൻ്റെ അടുത്തുള്ള റൂമിലാണ്. അപ്പം ഞാൻ ചെന്ന് അച്ഛനെ നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണുന്നില്ല. അപ്പം ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ റൂമിൽ ചെന്ന് നോക്കി. അപ്പോൾ അച്ഛൻ ഉറങ്ങത്തില്ല. പക്ഷെ അച്ഛൻ അന്ന് ഭയങ്കര ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഞാൻ ഭർത്താവിനോട് എന്നിട്ട് ചോദിച്ചു, അച്ഛനെയാണ് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയത്? അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ എന്തായാലും 2 പേര് പിടിക്കാൻ നടക്കാതെ അച്ഛൻ അങ്ങോട്ട് പോകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അച്ഛൻ പോയെന്ന്. അച്ഛൻ്റെ ഉറക്കം കണ്ടോട്ട് ഞാൻ അച്ഛനെ വിളിച്ചൊന്നുമില്ല. ഞാൻ പോയി കിടന്നുറങ്ങി. 5:30 പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ തൈലവുമായി അച്ഛന് പുരട്ടാൻ വന്ന് ഉപ്പും കൊടുത്ത് കാശ് രൂപം കൊണ്ട് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ ഈ റൂമിൽ വന്നത്? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇന്നലെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി, എന്നെ ആരോ പിടിച്ചിവിടെ കൊണ്ടുവന്ന് കിടത്തിയതാന്ന്. എൻ്റെ മാതാവല്ലാതെ ആ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ അവിടെ. അച്ഛൻ അന്ന് പിച്ച വെച്ച് നടന്ന് ഇന്ന് അച്ഛൻ 90 വയസ്സുള്ള അച്ഛനാണ്. ഡോക്ടർ പറഞ്ഞത് ഇനി അച്ഛൻ എഴുന്നേൽക്കത്തില്ലെന്ന്. പക്ഷെ ഇന്നും അച്ഛൻ 90 വയസ്സുള്ള അച്ഛൻ ഇന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കുകയും ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്യുന്നു. മാത്രമല്ല ഈശോ ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ചെയ്തപ്പം ഭർത്താവിന് ശമ്പളം കുറവാണ്. അപ്പോൾ ഭർത്താവിന് ഓപ്പറേഷൻ വരുമ്പം ഞങ്ങൾ ഈ 5 മാസം, അപ്പോൾ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 5 മാസമായി. ഈ 5 മാസം ഞങ്ങൾ കഴിഞ്ഞത്, അച്ഛൻ സർവീസ് പെൻഷനുള്ള ആളാണ്.
അപ്പോൾ അച്ഛൻ്റെ ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ഈ 5 മാസം കഴിയുന്നത്. ഈശോ പറയുന്ന കൂട്ട് ഞങ്ങൾ പാറമേൽ വീട് വെച്ചു, പ്രളയത്തിൽ തളരാതെ ഈശോ ഞങ്ങളെ രക്ഷിച്ച്. അച്ഛനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യവും അച്ഛനെ വെറുതെ കിടത്തുമല്ല, പൂർണ്ണ ആരോഗ്യവാനോടെ ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോകുന്ന വെച്ച് അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം ഇവിടെ വരുമായിരുന്നു. എന്നിട്ട് മരിക്കാറായി കിടക്കുന്ന അച്ഛനെ കാണും. ഇപ്പോൾ എല്ലാവർക്കും അച്ഛനൊരു സാക്ഷിയാണ്. അച്ഛൻ്റെ ബന്ധുക്കൾ തന്നെ, ഞങ്ങൾ ഹിന്ദുവാണ്, അച്ഛൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ വന്ന്, ഞാൻ പറയണ്ട, കാരണം അച്ഛനെ മരിച്ചു പോകുന്ന അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്ത്. രണ്ടാമത് എൻ്റെ ഭർത്താവിന് വാൽവ് ചുരുക്കമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പമ്പിങ് കുറവായിരുന്നു, 30% പമ്പിങ് ഉള്ളായിരുന്നു. പിന്നെ ലീക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോടും, മാതാവ് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് നടക്കണേ എന്ന്. പക്ഷേ എൻ്റെ വീട്ടിലത് ആർക്കും അറിയത്തില്ല. ഞാൻ കരഞ്ഞിട്ടുള്ളത് മാതാവിനോടും ഈശോയിടുവാണ്. ഞാൻ കരഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിന് ബാധിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുൻപിലും കരഞ്ഞിട്ടില്ല, ഞാൻ ആരുടെ മുൻപിലും കരഞ്ഞിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും മുമ്പിൽ ഞാൻ കഥ കടച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞു, മോൾക്കറിയത്തില്ല ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷെ മോള് വന്നിട്ട് എന്നോട് 7 വയസ്സുള്ള മോളാണ്. മോള് വന്നിട്ട് എന്നോട് പറയുക, അമ്മേ യേശു പറയുന്നുണ്ടായിരിക്കും അച്ഛൻ ഓപ്പറേഷൻ ചെയ്താലേ ഈ അസുഖം മാറത്തുള്ളൂന്ന്. പക്ഷെ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മാത്രമേ, ഈശോയ്ക്കും മാതാവിനും മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനെ ഈ മോള് എങ്ങനെ ഈ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതുവരെ. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിനായി പോയി. രാവിലെ 7:30 എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷൻ കയറ്റി. 5:30 ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കിയത്. ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ചൊക്കെയാണ് എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷന് കയറ്റി. അങ്ങനെ ഇടയ്ക്ക് ഇത്രയും താമസിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പരിഭവങ്ങൾ പറഞ്ഞു, മാതാവേ ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ക്ഷേത്രത്തിൽ മാതാവിനെ ഈശോയും വിശ്വസിച്ച് ഞാനൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചില്ല, മാതാവിനെ ഈശോയും വിശ്വസിച്ച് ഞാനിവിടെ വന്നത്. പക്ഷെ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ 5:30 ആയപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇറക്കി ICU കാണിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ വെന്റിലേറ്ററിൽ മാറ്റാം, അല്ലെങ്കിൽ 2 ദിവസം കൂടെ കിടത്തേണ്ടി വരുമെന്ന്. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കും, അതായിരിക്കുമല്ലോ എന്ന്. അതിന് മുൻപേ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനൊരു കാശ് രൂപം തന്നായിരുന്നു. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഇതെൻ്റെ ഭർത്താവിൻ്റെ തലക്കീഴി വെച്ചേക്കാവോ എന്ന്. അപ്പോൾ സിസ്റ്റർ ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ ആ സിസ്റ്റർ അത് എൻ്റെ ഭർത്താവിൻ്റെ തലക്കീഴിൽ ഇങ്ങനെ ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെച്ച് ദിവസം ഞാൻ കയറുമ്പോൾ എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ പിറ്റേ ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 3-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്നും ICU നിന്ന് മാറ്റി ഞങ്ങൾ വാർഡിൽ വന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ, ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ബിനുവിന് പമ്പിങ് നേരത്തെ നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ 30% പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ 25%. ഞങ്ങളൊരു അപകടം പ്രതീക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ICUവിൽ ഒരു അപകടം പ്രതീക്ഷിച്ച് ബിനു അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ടു വന്നത്. ബിനുവിനൊരു കുഴപ്പം ഇനി ഉണ്ടാകത്തില്ല. അങ്ങനെ 8ൻ്റെ അന്ന് ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, ബിനുവിന് എക്കോ ടെസ്റ്റ് ചെയ്തതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ പറഞ്ഞു വേണ്ട ഡോക്ടറെ, ഞങ്ങൾക്ക് 2 ദിവസം കൂടെ കിടന്നേച്ച് പോയാൽ മതിയെന്ന്. അങ്ങനെ 10ൻ്റെ അന്ന് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി വന്ന്. ഇപ്പം 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ, എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ 30%-ൽ നിന്ന് 55%. ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ്. ഈശോ ഞങ്ങളെ അവിടെയും രക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവിന് ശമ്പളക്കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ. ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു 3 മാസത്തിന് മുമ്പാണ് ESA വന്നത്. ഈ ഭർത്താവിന് ഒരു 5-6 ലക്ഷം രൂപ ഓപ്പറേഷൻ ആകേണ്ടതാണ്. പക്ഷേ എൻ്റെ ഈശോ ഈ 3 മാസത്തിന് മുമ്പ് ഞങ്ങളെ ഒരുക്കി, ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ തകർക്കുകയും ഇരുമ്പോടാലുകൾ തകർക്കുകയും ചെയ്ത ഈശോ ഞങ്ങൾക്ക് മുൻപേ 3 മാസത്തിന് മുമ്പേ ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന ESA 3 മാസം ഓപ്പറേഷൻ 5-6 ലക്ഷം രൂപയായി. അത് മൊത്തം ഞങ്ങൾ ESA വഴിയാണ് പോയത്. 10 പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്നായില്ല.
ഈ 3 മാസം എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ESA കട്ടായി. ഇനി അങ്ങോട്ട് ESA ഇല്ല. അപ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആ ESA തന്ന് രക്ഷിച്ച്. പിന്നെ അടുത്ത ഒരെണ്ണം എൻ്റെ ഈ ഭർത്താവിനും അച്ഛനും വയ്യായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മോടെ ഒരു സ്വർണത്തിൻ്റെ മാല എടുത്തപ്പോൾ അത് കൊളുത്ത് കാണുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് കൊളുത്ത് കാണുന്നില്ല, എനിക്ക് വയ്യ, ആകെ ടെൻഷനാണ്, എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യാലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നോക്കാനും പോയില്ല, പോയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വേറെ ആ സ്വർണ്ണരിക്കുന്ന റൂമിലല്ല വേറെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്കായപ്പോൾ ഉറങ്ങി ഞാൻ എണീക്കുമ്പോൾ അവിടെ ഒരു കസേര എടുക്കുന്നു. ആ കസേരയിൽ ഈ കൊളുത്തിരുന്ന് മിന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൊളുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ അതെങ്ങനെ വന്നെന്ന് എനിക്കും അറിയത്തില്ല, ഞങ്ങളിൽ ആർക്കും അറിയത്തില്ല. കാരണം മാല ഇരിക്കുന്ന വേറെ റൂമിൽ ഞാൻ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാല കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ആ കൊളുത്ത് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞ് എൻ്റെ ഈ മാതാവ് എനിക്ക് കൊടുത്തെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു പോടി അവിടുന്ന്, എന്താ മാതാവ് പുതിയത് മേടിച്ചുകൊണ്ട് തന്നോ എന്നെ കളിയാക്കി. പക്ഷേ ഞങ്ങളെ സാക്ഷിയായി ഉയർത്തിയത് കണ്ടുകൊണ്ട് ആ ആള്, ഞങ്ങൾ ഹിന്ദുവാണ്, ആ കൂട്ടുകാരിയും ഹിന്ദു വിശ്വാസവും ഇല്ല, ഒരു വിശ്വാസവും ഇല്ല. ഇന്ന് ആ എൻ്റെ കൂട്ടുകാരിയും ഇവിടെ ഉടമ്പടി ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ സാക്ഷ്യം കണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരോടും പറയാതെ തന്നെ അത്രയ്ക്ക് തകർന്നു പോയിട്ടൊന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ ദിവസവും ബൈബിള് വായിക്കുമായിരുന്നു. ബൈബിള് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഒരു ദിവസം പോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ 5 മാസമായി പുതുക്കുകയും ചെയ്തു. ഇന്ന് വരെ ഞാൻ ബൈബിൾ വായന മുടക്കിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുമായിരുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ മെഴുകുതിരി കത്തിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം, ഒത്തിരി കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല. ആദ്യം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഈശോ എനിക്ക് അതിൽ കൂടെ മറുപടി തരുന്നതായി തോന്നും. ഈശോയോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഈശോ ഇവിടെ സാക്ഷ്യം പറയുന്നതിന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഓപ്പറേഷൻ വേണ്ടാന്ന്, എന്നിട്ട് എൻ്റെ ഭർത്താവിന് എന്താ ഓപ്പറേഷൻ വേണ്ടി വന്നത്? അപ്പോൾ ഈശോ എനിക്ക് തന്നൊരു വചനമാണ്, അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കാണുകയില്ല, അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അത് ശിഷ്യന്മാർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഈശോ അത് വിശദീകരിച്ചു കൊടുക്കും. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് പ്രസവവേദന വരുമ്പോൾ ആ വേദന സഹിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ അവൾക്ക് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് സന്തോഷവതിയാകും. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ, അപ്പോൾ ഹൃദയം നുറുങ്ങിയ വേദന ഉണ്ടായാലും നീ പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടാത്ത വിധത്തിൽ നിനക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് ഓപ്പറേഷനിൽ കൂടി തന്നെ ആ രോഗം മാറത്തുള്ളായിരുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്, പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് ഞാൻ ആർക്കും വെറുതെ അല്ല ഞാൻ ആ പത്രം കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഉടമ്പടി എടുത്തുകൊണ്ട് പോയ അന്ന് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. ആ അനുഭവം ഞാൻ പറയേണ്ട കാര്യം കൂടുതലില്ല. കാരണം ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വന്ന് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഈ മാറ്റം സംഭവിച്ചതെന്ന്. അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു വ്യക്തികൾക്ക് പോലും ഞാൻ പത്രം പറയാതെ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടാണ് കൊടുത്തത്. പിന്നെ ഞാൻ എനിക്ക് ഉപവാസം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം വിറയ്ക്കും. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്ക് ആഹാരം കഴിക്കാതിരുന്ന ശരീരം വിറയ്ക്കും, അപ്പോൾ ഞാൻ എങ്ങനെ ഉപവാസം എടുക്കുന്നത്? അപ്പോൾ ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ എപ്പോഴും മറുപടി തരും. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിൾ പറഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ്, ഒരു നേരം ആഹാരം കഴിക്കാത്തയാണ് ഉപവാസമെന്ന് നിന്നോട് ആര് പറഞ്ഞ്? പക്ഷെ ആ വാക്ക് ഞാൻ അന്ന് മാത്രമേ ആ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ, ഞാൻ പിന്നീട് ആ വാക്ക് കണ്ടിട്ടില്ല. ഈശോ പറഞ്ഞു, മനഃശുദ്ധി, വാക്ശുദ്ധി, ചിന്താശുദ്ധി, പ്രവൃത്തിശുദ്ധി ഇല്ലാത്തവന് ഉടുപ്പിച്ചും വീടില്ലാത്തതിനെ താമസിപ്പിച്ചുമാണ് നമ്മൾ ഉപവാസം എടുക്കണ്ടേ. അതാണ് ഈശോ ഇഷ്ടപ്പെടുന്ന ഉപവാസമെന്ന് ഈശോ എന്നോട് പറഞ്ഞ്. ഞാൻ എല്ലാവരും മദ്യത്തിന് അടിമയാകുന്ന പോലെ ഞാൻ ചോറിന് അടിമയായിരുന്നു. എനിക്ക് ചോറ് എത്ര കഴിച്ചാലും മതി വരത്തില്ല, ഞാൻ അമിതമായിട്ട് ചോറ് കഴിക്കും. അപ്പോൾ ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമിത ഭോജനം മരണത്തിന് കാരണമായേക്കാന്ന്. പക്ഷെ ഞാൻ ഒരുപാട് തവണ കണ്ടെങ്കിലും എനിക്ക് ചോറ് അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ
ഇപ്പം മാതാവിനോടും ഈശോയോടും പറഞ്ഞ് മാതാവിനെ സാക്ഷിയാക്കി മാതാവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ചോറ് ഉപേക്ഷിച്ച്, ഞാൻ ആഴ്ചയിൽ 2 ദിവസമേ ചോറ് കഴിക്കാറുള്ളൂ. 5 ദിവസങ്ങളിൽ ഞാൻ ചോറ് കഴിക്കാറില്ല. അത് എനിക്ക് കഴിയാത്തൊരു കാര്യമായിരുന്നു, മാതാവിൻ്റെ കൂടെ എനിക്ക് ജീവിതത്തിൽ കഴിയാത്തൊരു കാര്യമായിരുന്നു അത്. കാരണം ചോറിനോട് എനിക്ക് അത്രയ്ക്ക് ആസക്തിയായിരുന്നു. അതുപോലെ പഞ്ചസാര, ഞാൻ മധുരവും കൂടുതൽ കഴിക്കുമായിരുന്നു. അപ്പോൾ ഈശോയ്ക്കും വേണ്ടി മാതാവിനും വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് വേണ്ടി മാത്രമല്ലാതെ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പഞ്ചസാരയും പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോനു സന്തോഷ്. എൻ്റെ വീട് കാണക്കാരി. ഞാൻ ന്യൂസിലൻഡിലൊരു നേഴ്സാണ്. ജനുവരി 2024 3-ാം തീയതി ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ക്യാപ് കോഴ്സ് ചെയ്യാൻ പോയി 6 മാസം ന്യൂസിലൻഡിൽ ജോലിയില്ലാതെ ഓരോ ദിവസവും 300-ലധികം ആപ്ലിക്കേഷൻസ് അയക്കുമായിരുന്നു, ഉറക്കമില്ലാതെ. എങ്കിലും എല്ലാം റിജക്ഷനാണ് എനിക്ക് കിട്ടിയത്. 6 മാസത്തിന് ശേഷം ഞാൻ നാട്ടിൽ ജൂൺ 28-ാം തീയതി വന്നു. 29-ാം തീയതി അച്ഛനെ കാണാൻ എനിക്ക് റീസൺ ഇല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. എങ്കിലും എൻ്റെ ഉള്ളിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവിനെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ്, അമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എന്നോട് പറയുന്നുണ്ട്, നീ അച്ഛനെ കണ്ട്, ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചിട്ട് മാത്രമേ പള്ളി വിട്ട് ഇറങ്ങാവുള്ളൂ എന്ന്. ഞാനിവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം അച്ഛൻ എന്നെ കണ്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അച്ഛൻ, എനിക്ക് ജോലിയില്ല. എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് 2 ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും അച്ഛനെ കാണിച്ചു. അച്ഛൻ ആ 2 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അച്ഛൻ്റെ കയ്യിൽ വാങ്ങി കുരിശ് വരച്ച് ബ്ലെസ് ചെയ്തു തന്നു. അച്ഛൻ മറ്റൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കറക്റ്റ് 90 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ആ സമയത്ത് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ നാട്ടിൽ കയറാമെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ജോലിയില്ലാതെ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ, എക്സ്പീരിയൻസ് ഇല്ലാതെ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കാരിത്താസിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻഡക്ഷൻ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ കാരിത്താസിലെ പഴയ സ്റ്റാഫായിരുന്നു. എനിക്ക് പഴയ അവിടെ തന്നെ വീണ്ടും ജോലിക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു, എളിമപ്പെട് സോനു, നീ വീണ്ടും അവിടെ കയറിക്കോ, മാതാവ് ഇടപെടുമെന്ന്. ഇൻഡക്ഷൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഡേയിലാണ് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇത് വന്നത്. ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് 3 ദിവസത്തിന് ശേഷം ന്യൂസിലൻഡ് ടൈം 10 മണിക്ക് രാവിലെ, ഇവിടെ വെളുപ്പിനെ 3 മണിക്ക് എനിക്ക് ഇൻ്റർവ്യൂ നടന്നു. ഒരു 10 ക്വസ്റ്റ്യനോളം ചോദിച്ചു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ. ആ ഇൻഡക്ഷൻ ക്ലാസ് 4 ദിവസം ഉണ്ടായിരുന്ന അതിലുള്ള എല്ലാ ചോദ്യങ്ങളും, ഒരു ചോദ്യം പോലും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അതിൻ്റെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. കാരിത്താസിൽ നിന്ന് എനിക്ക് ഇൻഡക്ഷൻ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മാനേജർ എന്നോട് ചോദിച്ചു. അങ്ങനെ ഭംഗിയായി തന്നെ അവരപ്പം തന്നെ ഓക്കെ പറഞ്ഞു. ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴെല്ലാം എനിക്ക് ഓരോരോ കാരണം, എനിക്ക് റെസ്പിറേറ്ററി അലർജി കൊണ്ട് എനിക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം കിംസിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജസ്റ്റ് എക്സ്റേ എടുത്താൽ മാത്രം മതി. അന്നേരപ്പോഴും അവർ ചോദിച്ചു, ന്യൂസിലൻഡിൽ നിന്ന് ക്യാപ്പ് കഴിഞ്ഞ് ആരും ഇന്ന് വരെയും തിരിച്ചു പോയ ഒരു ഇതില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ മാതാവ് കൃപാസന അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ മെഡിക്കലെല്ലാം ക്ലിയർ ചെയ്തു. വീണ്ടും ന്യൂസിലൻഡിന് 2ാമത് പോയി. അവിടെ ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. എനിക്ക് നാണമൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ മുട്ടുകുത്തി കരുണക്കൊന്ത, ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. കരുണക്കൊന്തയും ചൊല്ലി, മാതാവിൻ്റെ നൊവേനയും ചൊല്ലി എയർപോർട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ ജോലിയിൽ കയറിയപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും എൻ്റെ താഴെയുള്ള ജോലിക്കാർ കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു തെറ്റും നിരപരാധിയായ എൻ്റെ മേൽ മാനേജർ, എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് നിന്ന മാനേജർ, ഞാൻ മീറ്റിംഗ് ബോർഡിൽ ചെന്ന സമയത്ത് മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും ഞാൻ ചൊല്ലി അമ്മയെ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കെതിരെ നിന്ന ആ വ്യക്തി എന്നോട് വളരെ സൗമ്യമായും സ്നേഹത്തോടെയും സംസാരിച്ചു.
അത് സമാധാനപരമായി അമ്മ എല്ലാം അവസാനിപ്പിച്ചു. അതിനുശേഷം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങൾ മൂന്നും പേര് 3 സ്ഥലത്താണ്. മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു മറ്റൊരു നിയോഗമാണ് ഞങ്ങളെ ഒന്നിപ്പിക്കണേ അമ്മയെന്ന്. അങ്ങനെ ഞങ്ങൾ ഫാമിലി വിസ റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് എമിഗ്രേഷനിൽ നിന്ന് ചോദിച്ചു. ഫാമിലി വിസ കിട്ടാൽ ഉറപ്പായും റിജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് മാറ്റണം, സോനുവും കുഞ്ഞും മാത്രമായിട്ട് വെക്കുക, രണ്ടാമത് ഒന്നില്ലെങ്കിൽ ടെമ്പററിയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനത് കേട്ടില്ല. ഞാൻ ഓൺലൈന് ഉടമ്പടി പ്രയർ റിക്വസ്റ്റ് ഇട്ടു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് 4 മാസം കൊണ്ട് ഫാമിലി വിസ റെസിഡൻസി വിസ ഞങ്ങൾക്ക് കിട്ടി. അവിടെ റെസിഡൻ്റായിട്ട് മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി UK അവൾ വർക്ക് ചെയ്യുന്നത്. അവൾക്ക് ജോലിയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അതും മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ റിക്വസ്റ്റ് കേട്ടപ്പം തന്നെ ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജോലിയിലെ ആ പ്രശ്നം എല്ലാം തന്നെ അതും പൂർണ്ണമായും അമ്മ മാതാവ് എടുത്തു മാറ്റി. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ എയർപോർട്ടിൽ ഞാൻ മെയ് 5-ാം തീയതി വെളുപ്പിനെ കൊച്ചിയിൽ വന്നു. ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെയും മറ്റു കുടുംബാംഗങ്ങളെയും കാണാൻ പോയത്. അമ്മയ്ക്ക് ആദ്യം നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയത്. അതുപോലെ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവളുടെ ജോലിക്കും അവളുടെ കുടുംബത്തിനും ഒരാപത്തും സംഭവിക്കരുതേ മാതാവേന്നു. അതുപോലെ അമ്മ മാതാവ് അവളുടെ ജോലിയെ കാത്ത് രക്ഷിച്ചു. അവൾ UK രജിസ്റ്റേർഡ് നേഴ്സാണ്. മറ്റൊരു സാക്ഷ്യം, എനിക്ക് ഇടവിട്ട് എനിക്ക് വയറുവേദന, അതികഠിനമായ വേദന ഉണ്ടാകാറുണ്ട്. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തു, 2 പ്രാവശ്യം ചെയ്തപ്പോഴും ഒരു പ്രശ്നമോ ഒന്നുമില്ല. എല്ലാ റിസൾട്ടും നോർമലായിട്ടാണ് അമ്മ മാതാവ് കാണിച്ചത്. എല്ലാത്തിനും അമ്മയ്ക്ക് 1000 നന്ദി, അമ്മ മാതാവിനും തിരുക്കുമാരനും. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവിടെയുള്ള ന്യൂസിലാൻഡേഴ്സിന് ഞാൻ കൃപാസനത്തിലെ പത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഈശോയെക്കുറിച്ച് കൂടുതലായിട്ടും ഈശോയുടെ കരുണയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ എതിർത്ത് പറഞ്ഞെങ്കിലും ഞാനത് അവർ പറഞ്ഞ് കൂടുതലായിട്ടും ബൈബിളിനെ കുറിച്ച് കൂടുതൽ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഇംഗ്ലീഷ് സാക്ഷ്യങ്ങൾ ടെസ്റ്റിമണീസ് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ജോലിക്കായിട്ട് പോകുന്ന ന്യൂസിലാൻഡിലേക്ക് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു രോഗിയെ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഞാൻ നിന്ന് സഹായിച്ചിട്ടുണ്ട്. ഒരു അമ്മേനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ ഞാൻ ആൻറ്റീനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്, മാതാവ് എനിക്കൊരു കാണിച്ചു തരാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ എനിക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33 വാക്യങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി സോനു സന്തോഷ് കോട്ടയം തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിലൂടെ ന്യൂസിലാൻഡിലെ ജോലി ഉപേക്ഷിച്ച് വീണ്ടും നാട്ടിലേക്ക് പോരുകയും തിരിച്ച് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കടമ്പ കൂടിയാണ്. എന്നാൽ ഈ മകളുടെ സങ്കടങ്ങളിൽ ഈ അൾത്താരക്ക് മുമ്പിൽ ആയിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ആ ജോലിക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാനും സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ മകളുടെ വാക്കുകളിൽ മനസ്സിലാക്കിയിട്ട് സാധിച്ചത് അവിടുത്തെ യോഗ്യതയിലാണ് ഈ മകൾ ഇപ്പോഴും ഈ ജോലിയിലായിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളായിരിക്കുമ്പോഴും ഈ മകളിലൂടെയും ചുറ്റുമുള്ള നിരവധിയായ മനുഷ്യരിൽ നിരവധിയായ അനുഗ്രഹങ്ങളും സാന്നിധ്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായ ബുദ്ധിമുട്ടുകളിലൂടെയും നിരവധിയായ 30 ലക്ഷം രൂപയാണ് ഈ മകൾ
ഈ ന്യൂസിലാൻഡിലേക്ക് പോകാനായിട്ട് ഒത്തിരിയേറെ മുടക്കം വരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ഉടമ്പടി ജീവിതത്തോട് ചേർത്ത് കൊണ്ടുള്ള ഈ കടന്നു പോക്കലുകളിൽ അമ്മയുടെ സംരക്ഷണയിൽ എവിടെയെല്ലാം ഇന്നെല്ലാം നഷ്ടപ്പെട്ടു പോകും അതെല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയുണ്ടായി. നേർത്താരക്ക് മുമ്പിൽ ആയിരിക്കുമ്പോഴും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും ഇനിയും പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായിട്ട് മാറ്റാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.